എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജനി ഹരിദാസ് and welcome back to yet another exciting episode of The Green Room. കൂടുതൽ ഡ്രമാറ്റിക് ആരാണ്, ചക്കിയാണോ കണ്ണനാണോ? ഞാൻ ചക്കി പഠിപ്പിച്ചിട്ട് സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അങ്ങനെയാണ് ഈ സിനിമ വന്നത്. മറ്റേ തലയിൽ മറ്റേ റിങ്ങുള്ള സാധനം, അതാണ് എക്സ്പെക്ടേഷൻ. പക്ഷെ റിയാലിറ്റി മറ്റേ എനിക്കാണെങ്കിൽ ടെൻഷൻ കാരണം ഞാൻ സയന്റിസ്റ്റ് അബ്ദുൽ കലാം ഞാൻ പറയാം. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഒരു മുട്ട ദോശയും സാമ്പാറും ഒരു ഫിൽറ്റർ കോഫി മാത്രം മതി. ബിരിയാണി അങ്ങനെയാണോ? ബിരിയാണി യു ഡോണ്ട് സേ ചിക്കൻ എനിക്ക് അതിന് വലിയ അറിവില്ലാത്തോണ്ട് ബിരിയാണിനെ കുറിച്ച്. പിന്നെ ഞാൻ വെജിറ്റേറിയൻ ആയാലോ? നീയോ ബിരിയാണി മട്ടൻ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമുള്ള നീ നട്ടക്ക് മോനെ. പക്ഷെ മസിൽ വരുന്നില്ല, അതെന്താ ഇത്രേ ഉള്ളൂ. ഇത്രേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഐ മേഡ് പീസ് വിത്ത് ഇറ്റ്. ചിലവര് ഭാഗ്യവന്മാർ, ഭാഗ്യവതികൾ, ഞങ്ങളെ പോലെ കുറച്ച് പേർ ഇവിടെ അരിയും പറിക്കി നടക്കുന്നു. I'm very, very happy about എൻ്റെ ഇന്നത്തെ ഗസ്റ്റ്. ആക്ച്വലി വളരെ കാഷ്വൽ ആയ ഒരു ഇവന്റിൽ മീറ്റ് ചെയ്തപ്പം we met up and we were like, hey, you should come, and he was like, yeah, I should come, and we were like, let's do this. I'm talking about an actor. വളരെ ചെറിയൊരു പ്രായത്തിൽ തന്നെ 10 വയസ്സിൽ തന്നെ he won the best child artist national award. I mean, അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണല്ലേ. ആൻഡ് ഓഫ് കോഴ്സ് he comes from a family of actors. അങ്ങനത്തെ ഒരു ലീനേജിൽ നിന്നുമാണ് ഈ ഒരു കലാകാരൻ സിനിമയിലെത്തിയത്. മലയാളം സിനിമയിലും തമിഴ് സിനിമയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം കൂടിയാണ് ഈ കലാകാരൻ. ആൻഡ് റൈറ്റ് നൗ he's back shooting for a Malayalam film with his father after 25 years. I mean, almost 25 years. So definitely we are very, very excited. Well, ഞാൻ സംസാരിക്കുന്നത് മറ്റാരെ കുറിച്ചുമല്ല. I'm talking about the absolutely wonderful, versatile, charismatic, absolutely good-looking Malayalam and Tamil actor, Kalidas Jairam. Thank you so much. I invited myself. No, actually I'll tell you what happened. നമ്മൾ കൂടുതൽ പറയുന്നതിനെക്കാട്ടും ഏതോ ഒരു ഇവന്റിന് കുറെ നാൾക്ക് ശേഷം I bumped into you and he was like, hey, എനിക്ക് ഷോ ഇഷ്ടപ്പെട്ടു എന്നല്ല പൈസ വരുന്നോ? He's like, വരാം, അവിടെ ഫിക്സ് ചെയ്തു. ഞാൻ ചോദിച്ചു എന്നെ വിളിക്കില്ലായിരുന്നു. അപ്പൊ വിളിക്കാലോ എന്ന് അവിടെ വിളിച്ചു, അവിടെ ഫിക്സ് ചെയ്തു. Love, yeah. So easy dealing with young kids. Young kids are like senior, school senior. അതിന്റെ ഒരു ബഹുമാനം ഞാൻ ചോദിച്ചു വാങ്ങിക്കുക. So both of us ഞങ്ങളെ ചോയ്സ് സ്കൂൾ പ്രോഡക്ട്സ് ആണ്. 2 years event. അതോ കുറെ 2 years, 11th and 12th. ഞാൻ ചോയ്സ് തുടങ്ങിയ നാൾ മുതൽ അവിടെയുള്ള ഒരു സൂപ്പർ സീനിയർ ആണ്. കുറച്ച് ബഹുമാനമൊക്കെ നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല, ഒരിക്കലും മീറ്റ് ചെയ്തിട്ടില്ല, ബിക്കോസ് അത്രയും ഗ്യാപ്പ് ഉണ്ടല്ലോ. യു ആർ ലൈക്ക് യങ്ങർ ദാൻ മൈ ബ്രദർ ഓൾസോ. അങ്ങനെ അപ്പൊ എനിവേ അതൊരു ബന്ധം. പിന്നെ താങ്കളുടെ ഭാര്യയുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. സൗത്ത് ഇന്ത്യ. രഞ്ജനി ചേച്ചി ഹോസ്റ്റ്. അതെ, തരുണി ഉണ്ടായിരുന്ന ഒരു മിസ് സൗത്ത് ഇന്ത്യ ഞാനാ ഹോസ്റ്റ് ചെയ്തത്. അതിനുശേഷം മിസ് ഡിവിയിൽ പോയി. Suddenly one day I'm saying, hey, you're married, Tarani. I was like, okay, that's good. There's one other interesting thing that happened also. അത് അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ്. അവർക്ക് ചിലപ്പോൾ ഹോർമോൺ ഉണ്ടാവില്ല കേട്ടോ. 2000 ഞാൻ മിസ് കേരള ആവണേ. അപ്പം ലൈഫിൽ ആദ്യത്തെ പ്രാവശ്യം ഞാനൊരു ഇന്റർനാഷണൽ ട്രിപ്പും ഫ്ലൈറ്റിലും കയറുന്നത് ഒരു യൂറോപ്പ് ടൂറാണ്. ആ ടീമിനെ ഹെഡ് ചെയ്തത് was your father and mother. Is it a Germany? Yeah. കൊളോണിലൊക്കെ പോയത്. അയ്യോ, ഞാനല്ലേ. സോ അതിന് വേറൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. സോ ഇത് ഞാനൊരു 3rd or 4th പഠിക്കുന്നു. അപ്പൊ ഇവര് പെട്ടെന്ന് പറഞ്ഞു അടുത്ത ആഴ്ച ഞങ്ങള് യൂറോപ്പ് ട്രിപ്പ് പോവാ. അപ്പൊ നമുക്ക് ഭയങ്കര മിസ്സിങ്. അതായത് നമ്മൾ സ്കൂളിൽ പോണം, ക്ലാസ്സിൽ പോണം, അങ്ങനത്തെ ഫുൾ ബാറ്ററി. അത് കഴിഞ്ഞ് ഇവര് പോവാൻ നിക്കുക, യൂറോപ്പ് ട്രിപ്പിന് പോവാൻ നിക്കുക. അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അച്ഛന്റെ സിസ്റ്ററും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ സ്കൂളില് ഫുള്ള് സീനാക്കിയിട്ട് എനിക്ക് വയറുവേദന എടുക്കുന്നു, എനിക്കിപ്പോ വീട്ടിൽ പോണം,
ലാസ്റ്റ് എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി ലാസ്റ്റ് ഞാൻ എയർപോർട്ട് വരെ ഞാൻ കരഞ്ഞോണ്ടായിരുന്നു ഡ്രോപ്പ് ചെയ്യാൻ. ഒരിക്കലും മറക്കില്ല. ഞാൻ ആ ട്രിപ്പിൽ പോയി. അപ്പൊ എനിക്കിപ്പോഴുള്ള ഓർമ്മ കാണുന്നത് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം അല്ലേ പോണേ. ഞാൻ ഫ്ലൈറ്റിൽ 18 വയസ്സ് വരെ കയറിയിട്ടില്ല കേട്ടോ. സോ ദെൻ ഫസ്റ്റ് ടൈം ഐ ആം സീയിങ് ജയറാം ദി ആക്ടർ, പാർവതി ചേച്ചി and all that, and they were so sweet, and they were all in business class and we were all like കൊച്ചു കുട്ടികൾ in economy, and I was like wow and all that. And a full trip because ആദ്യം നമ്മൾ ലണ്ടനിൽ പോയി, then we went to Switzerland. It was a long trip അല്ലേ? അപ്പൊ so I don't even think Jairam Ed knows these things, but പാർവതി ചേച്ചി will remember. Anyway, so അങ്ങനെ കുറെ connections ഒക്കെ ഉണ്ട്. But today you're sitting here as a wonderful, fully committed actor, child actor നിന്നും ഒരു adult actor. Apart from that, personal life film, you're a married man today. Tell me how ഇപ്പം ഇവിടെ at this age of 31, 32 31 എന്താണ് കാളിദാസ് ജയറാമിന് തോന്നുന്നത് സ്വന്തം എന്നെ കുറിച്ച് തന്നെ? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ബട്ട് ഇന്ന് ലൈക്ക് ടുഡേ ഇസ് എ വെരി സ്പെഷ്യൽ ഡേ ബിക്കോസ് ആസ് എൻ ആക്ടർ I have a very satisfied feeling of completing a film. ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്ത് പാക്കപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതും സാധാരണ ഒരു സിനിമ അല്ല അല്ലെ? അച്ഛന്റെ കൂടെ 22 വർഷത്തിന് ശേഷം 25 years കഴിഞ്ഞിട്ട് 25 years, I think from your first film and second film, so many years later അച്ഛന്റെ കൂടെ ഒരു സിനിമ ചെയ്യാണ്. ആശകൾ 1000. പ്രജിത്തേട്ടനാണ് വടക്കൻ സെൽഫി. അപ്പൊ ഇന്ന് പടം പാക്കപ്പ് ആയി. എങ്ങനെയുണ്ടായിരുന്നു? How was it? I mean, I don't want to talk a lot about the film. Of course because, not. I mean, end of the day, audience. But for you doing a film with your father, it's always fun. Yeah. I mean, it's Appan is a rock star, alle? Yeah. And സത്യം പറഞ്ഞ വലിയ ഒരു നമ്മൾ വർക്ക് ചെയ്യുന്നു അങ്ങനത്തെ ഒരു ഇതേ ഇല്ലല്ലോ. വീട്ടിലെങ്ങനെയാണോ അതേപോലെ തന്നെ. ആൻഡ് we are playing dad's son. Okay. അപ്പൊ how is dad in real life? He's fun. He's like too chill. അടിപൊളിയാണ് ആള്. നമ്മള് ചെറുപ്പം ആയിരുന്നപ്പോ he was shooting films back to back. അതെ. അപ്പൊ per year maybe like ഒരു 16-17 സിനിമ ഷൂട്ട് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അന്നായിരുന്നു ഞങ്ങൾ വളർന്നു വരുന്ന സമയം. Did you miss him a lot? Yeah, we did. Malvika he used to come only like maybe ഒരു 1 month ഒരു ദിവസം half day ഒക്കെ വരും. എന്നിട്ട് താൻ ഇങ്ങനെ അഭിനയിക്കാൻ തീരുമാനിച്ചു. What about your future kids? അങ്ങനെയൊക്കെ വരുമ്പോ അവർ മിസ് ചെയ്യില്ലേ? I love doing this. You love it. It's okay. Not, but അച്ഛനെ കുറിച്ച് സംസാരിക്കുമ്പം കാന്താര part 2. What a super duper hit success അല്ലേ? I'm so happy. ഞാൻ കണ്ടിട്ടില്ല. I'm so sorry because സമയം കിട്ടിയില്ല. ഞാനും കണ്ടിട്ടില്ല. സമാധാനായി. അച്ഛൻ കണ്ടോ തിയേറ്ററിൽ പോയി? ബട്ട് അച്ഛൻ്റെ ഒരു കരിയർ ഗ്രാഫ് has been amazingly well, and then ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബോംബിടും അല്ലേ അച്ഛൻ? I'm really happy for him actually, as a son and as an actor who's seen him. He totally deserves it. കാരണം I don't know, I might be wrong, but he's one of the first actors to be part of a 1,000 crore. I mean, it's going to touch 1,000 crore. Incredible. Yeah, I mean, I'm so happy. And ഇനിയും ഇത്രയും ഗ്യാപ്പ് വിടാതെ പെട്ടെന്ന് ഇനി ഇതിലും നല്ല എന്തായിരുന്നു ആ ഗ്യാപ്പിന്റെ ഒരു കാരണം? ഞങ്ങൾക്ക് വല്ലതും കിട്ടുമോ സീക്രറ്റ്സ്? ഇല്ല, ബേസിക്കലി ലൈക്ക് he wanted to do, I mean, ഓസ്ലർ ചെയ്തു. ഓസ്ലർ ചെയ്തിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു നല്ല സാധനം പിടിക്കണം. വെയിറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ചെറിയൊരു ഗ്യാപ്പായി. സൈമൾട്ടേനിയസ്ലി he was doing other language films like Telugu and ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കാളിദാസ് ആണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം ഇവിടെ കുറെ കാളിദാസ് ആണ് വരുന്നത് പറഞ്ഞു അവര് കല്ലുവാക്കി കാളനാക്കി. അറിയാലോ അത് നിനക്ക്? സ്കൂളില് എന്റെ പേര് എന്തായിരുന്നു കേക്കട്ടെ? കാളിദാസ് ആണല്ലോ. അപ്പൊ തക്കാളിദാസ്. അതെ, എങ്ങനെ ഇടാതിരിക്കും? അപ്പൊ വീട്ടിൽ പോയി ചോദിച്ചിട്ടുണ്ടോ എന്റെ അച്ഛ അമ്മ? പണ്ട് എന്റെ പേര് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതായത് ഒരു ചെറുപ്പത്തിലൊക്കെ. ബ്യൂട്ടിഫുൾ നെയിം. പിന്നീട് എനിക്ക് മനസ്സിലായി അതൊരു I mean, it's a very 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 legendary. I haven't met anyone who's a Kalidas. അതൊരു ഭാഗ്യമാണ്, ഒരു റെയർ ആയിട്ടുള്ള പാരം. മാത്രമല്ല അതിനൊരു പാരമ്പര്യം ഉണ്ടല്ലോ ആ പേരിന് അല്ലെ? അദ്ദേഹം ആ കാളിദാസുമായി വല്ല ബന്ധം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ കോൺവെർസേഷൻ സ്റ്റാർട്ടർ. എല്ലാവരും ചോദിക്കും എന്താണ് പേര്, ഇത് എവിടുന്ന് വന്നു? ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് നോ അല്ലേ? ഒരു കൂടുതലും നമുക്കൊരു മേ ബി സൗത്ത് ഇന്ത്യൻ സാൻസ്ക്രിറ്റ് പുരാണ. സൗത്ത് ഇന്ത്യൻ, ഐ മീൻ അതെ.
അങ്ങനെ ഒരു പോയറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞെടുത്ത് പ്ലേ റൈറ്റ്, ബട്ട് എന്നാലും ഫീൽഡായിട്ട് റിലേറ്റഡ് ആണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ബോത്ത് ഡാഡ് ആൻഡ് അച്ഛൻ അമ്മ. സോ അവര് മൂകാംബിക പോയിരുന്നപ്പോ they met this boy there അമ്പലത്തില്. അപ്പൊ ഹിസ് നെയിം ഇസ് കാളിദാസ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച മോൻ ഉണ്ടാവുകയാണെങ്കിൽ. അപ്പൊ എന്നിട്ട് they call you കണ്ണൻ at home. വീട്ടില് കണ്ണൻ. ഫ്രണ്ട്സ് ഒക്കെ എന്താ വിളിക്കുന്നത് ഇപ്പം? അക്സെപ്റ്റബിൾ പേര് കാളി. കാളി. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ കണ്ണെന്ന് വിളിക്കുന്നത്. എനിക്ക് ഞാനിപ്പോ ഷൂട്ടിങ്ങിന് പോയാലും ഒരു വലിയ ക്രൗഡൊക്കെ ഉണ്ടെങ്കിൽ അതില് ഇപ്പൊ അമ്മമാരൊക്കെ നിൽക്കുകയാണെങ്കിൽ കണ്ണ ഓർമ്മയുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങനെ കൈ കാണിക്കുമ്പോ എനിക്ക് അപ്പൊ നമുക്ക് കണ്ണൻ ഫിക്സ് ചെയ്യാം അല്ലെ? ഈസിയർ ഓൾസോ ഫോർ ഓൾ ഓഫ് us. You know, I think 2000 you started acting അല്ലേ? ഫസ്റ്റ് 99 അഭിനയിച്ചു തുടങ്ങി. റിലീസ് ആയിരുന്നു 2000. ഓക്കെ, ഈ ഒരു ടാലന്റ് സസ് ഔട്ട് ചെയ്തത് അച്ഛനും അമ്മയാണോ? അങ്ങനൊന്നും കണ്ടുപിടിച്ചില്ല. സോ ബേസിക്കലി എന്താ പറ്റിയെന്ന് വെച്ചാൽ കൊച്ചു സന്തോഷങ്ങൾ ഷൂട്ടിന് ഒരാഴ്ച മുമ്പ് അതിൽ ആക്ട് ചെയ്യേണ്ട കുട്ടി ഫോർ സം റീസൺ couldn't come. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് എന്നെ വിളിച്ചു ചോദിച്ചു. ഐ ഡിഡ്ന്റ് നോ, ഐ ഹാഡ് ലൈക്ക് നോ ക്ലൂ അബൌട്ട് ഫിലിംസ്. അപ്പൊ അങ്ങനെ പറഞ്ഞു ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് ലൊക്കേഷൻ വിളിച്ചു ചോദിച്ചു ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഓബ്വിയസ്ലി സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അങ്ങനെയാണ് ഈ സിനിമ വന്നത്. Why did you hate school so much? How can you like school? എന്ത് ചോദ്യാണെന്നൊക്കെ. I mean, I was never a good academic student. പിന്നെ സ്കൂളിൽ പോകുന്ന ചില്ലിയുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ. എങ്ങനെ നീ ചെല്ലിയെന്ന്? I mean, still you go to school, you just have fun games and all that. സിനിമയെ പറ്റി സംസാരിക്കും, പിന്നെ WWE പറ്റി സംസാരിക്കും. WWF അണ്ടർടേക്കർ ആണോ കെയ്ൻ ആണോ അങ്ങനത്തെ വഴക്കുകൾ. ആരായിരുന്നു അണ്ടർടേക്കർ ആണോ കെയ്ൻ ആണോ? ഞാനൊരു ഭയങ്കര ബ്രെറ്റ് ഹെറ്റ്മെന്റ് ഹാർട്ട് ഫാൻ ആയിരുന്നു. ഞാൻ ട്രിപ്പിൾ എച്ച്. അപ്പൊ കുറച്ചൊരു കാലം കഴിഞ്ഞുകൊണ്ടാ. ഞങ്ങളുടെ സമയത്ത് ട്രിപ്പിൾ എച്ച് നെഗറ്റീവ് ആയിരുന്നു. മൈ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഓൾസോ. സോ കുറച്ചെങ്കിലും നമ്മൾ ഒരുപാട് പോട്ട് കാണുന്ന പോലെയല്ല. ഇതിനെ കണ്ട നീ ഇത്ര ചെറുപ്പമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ജാൻമണി ഇല്ലേ ഇപ്പൊ കണ്ടില്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റ്? സോ ജാൻ വാസ് സേയിങ്, ദീദി can you ask कालिदास इतनी कम उम्र में क्यों शादी किया? So you made my day. No, I'll make anybody's day. कम उम्र में अभी भी मैं शादी नहीं की. Very good. ഇത്ര ചെറിയ പ്രായത്തിൽ അച്ഛാ ഇത്ര ചെറിയ പ്രായത്തിൽ എന്തിനാ കല്യാണം കഴിച്ചത്? അവർക്ക് ഒരു മനസ്സിലാവുന്നില്ല. She was very upset. She was like, don't, why did you get married so early? അല്ല, but it was a love marriage. Yeah, I mean, we were in a relationship for like 3-4 years. Yeah. But we thought like, ഇത് കഴിഞ്ഞാ എന്താണ് like. And it was so beautiful because your love just shone through it all. എന്നാൽ നിങ്ങളുടെ ആ ഒരു ജെന്യുവിനിറ്റി ആൻഡ് ദ പ്യൂരിറ്റി ഓഫ് ഇറ്റ്, there was no മായം എന്നൊക്കെ പറയില്ലേ, അത് എല്ലാവർക്കും ഫീൽ ചെയ്ത്. I'm sure അത് ആൾക്കാർ എക്സ്പ്രസും ചെയ്തിട്ടുണ്ടാവും അല്ലെ, a lot with everything and the way your whole family came together. Anyway, so now with ആശകൾ ആയിരം മലയാള സിനിമയിൽ ഐ തിങ്ക് 3-4 വർഷമായി അല്ലേ, ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഗ്യാപ്പ് ഡെലിബറേറ്റ്ലി വന്നതാണോ? ഡെലിബറേറ്റ്ലി. ആൻഡ് യു വർ ഡൂയിങ് തമിഴില് കുറച്ച് അല്ലേ, തമിഴ് ഫിലിംസ് റായൻ ചെയ്തു. അതിന് മുമ്പ് യു ഹാഡ് ലൈക്ക് വിക്രമിലെ സംതിങ്. That was some time back. പക്ഷെ തമിഴിൽ I did a few films. I was waiting for something really solid, you know. And I'm very happy at this film after a long gap. And this is also special because Gokulam is doing this, Gokulam is and Jude is right. So basically Jude-ഏട്ടന്റെ സ്റ്റോറിയാണ്. Jude-ഏട്ടനും അരവിന്ദ് എന്ന് പറഞ്ഞ രണ്ടുപേരാണ് എഴുതിയിരിക്കുന്നത്. Okay, so it's like in the genre like family comedy. Family. ജയറാമേട്ടന്റെ ഒരു ഇപ്പൊ കൊച്ചു സന്തോഷങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. You know, Appa and Amma, they've been home from childhood. You've seen two celebrated actors in your acting career. വീട്ടിൽ നിന്ന് തന്നെ കുറെ പഠിക്കാണല്ലോ. അപ്പൊ അപ്പയിൽ നിന്നും പഠിച്ച ഒരു കാര്യം അമ്മയിൽ നിന്നും പഠിച്ച ഒരു കാര്യം എന്തായിരിക്കും that you carry forward? എനിക്ക് a lot of things have inspired me. പക്ഷെ ഞാൻ I make it a point as to never imitate or copy them because നമ്മുടെ ഒരു പ്രഷർ ഉണ്ടോ? ഇനീഷ്യലി ഉണ്ടായിരുന്നു. Now I really love my work. I've learned to like enjoy my shoots. ഇപ്പൊ എനിക്ക് കിട്ടുന്ന മേ ബി ലീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗുഡ് ക്യാരക്ടർ റോൾ ആയിരിക്കാം. അത് ഏറ്റവും നന്നായി എന്നെ കൊണ്ട് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുക, എങ്ങനെ ചെയ്യാൻ പറ്റും, അത് വേറൊരാൾ ചെയ്യുന്നതിനേക്കാളും എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ആൻഡ്
consciously I make it an effort to not to be nothing like them. Yeah. And like if you start doing that, you feel like Yeah, I feel like they I mean comparison inevitable ആണ്. അതെ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? Definitely. എന്താണ് കൂടുതൽ കേൾക്കുന്നത്? What do you hear? എപ്പോഴും വരുന്ന കമ്പാരിസൺ ഉണ്ടല്ലോ. നോർമൽ ആയിട്ട് അച്ഛനാണോ I mean that's done with definitely going to be there. I've learned to live with it. Yeah. What is your first memory on അഭിനയത്തിന്റെ for you, Kanna? ഞാൻ കൊച്ചു സന്തോഷങ്ങളുടെ ഫസ്റ്റ് ഷോട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മളാ ലോറി നിർത്തിയിട്ട് ഞാൻ ആ റോഡിൽ നടന്നു വന്ന് ദേ ജോസ് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ആ ലോറിയുടെ അടുത്തേക്ക് ഓടണം. ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആൻഡ് ആ ഷോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാരും ക്ലാപ്പ് ചെയ്തു. അപ്പൊ ഞാൻ കൺഫ്യൂസ് എന്തിനാണ് എല്ലാരും ക്ലാപ്പ് ചെയ്തത്? എൻകറേജ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാരും. അത് കഴിഞ്ഞ് ക്ലാപ്പ് ചെയ്തു. ഓക്കെ. അതും കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പെൺകുട്ടി വന്നിട്ട് ഒരു പേപ്പറും ഒരു പെന്നും തന്നു. ഇതെന്തിനാ പേപ്പറും പെന്നും തരുന്നത്? ഐ മീൻ ലൈക്ക് ഐ വാസ് സോ കൺഫ്യൂസ്. അപ്പൊ പറഞ്ഞില്ല നിന്റെ പേരിങ്ങനെ സൈൻ ചെയ്യും. I mean that was your first autograph. I clearly remember that is so cute. What a moment also ചെറിയ കുട്ടിക്ക് ആ ഒരു മൊമെന്റ് I think നമ്മൾ മനസ്സിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കും. അപ്പൊ എന്തായിരുന്നു ആ ഇൻസെപ്റ്റ് ചെയ്ത ഒരു ആ മൊമെന്റിലോ I want to do this. She even came for the autograph. ആൾക്കാർ ക്ലാപ്പ് ചെയ്തു. അപ്പൊ തന്നെ I decided like this is what I want. This is what I'm doing for life. I instantly fell in love. That's crazy, you know. ഇപ്പൊ ചിലവരുടെ ജീവിതത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു നോളജ് കൊടുക്കും. And you discovered it then and there. And more than the filmmaking, എനിക്ക് ആ ആൾക്കാരുടെ അപ്ലോസ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്റ്റേജിൽ കയറുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ആൾക്കാരുടെ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. അതെ, സ്റ്റേജസ് അത് എല്ലാവർക്കും പറ്റിയ കാര്യമല്ല. അത് അവർക്ക് അത് ഇഷ്ടപ്പെടണം. ആ ഒരു ലൈവ് ഇന്ററാക്ഷനും ഇമ്മീഡിയറ്റ്. അച്ഛൻ your father same thing. He is an ustad at it. We are not comparing us. No, we are not comparing, but I'm saying it what he has, Shah Rukh Khan has it. എല്ലാവർക്കും ഇല്ല അത്. You have to enjoy it. Ranveer Singh has it. അതിപ്പം ഞാൻ അവരൊക്കെ സ്റ്റേജിൽ കണ്ടതുകൊണ്ടാ പറയുന്നത്. അതിപ്പം ഈവൻ യു, ദാറ്റ് ഇസ് വൈ യു ഈവൻ ലൈക്ക് ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേജിൽ പോവാൻ, മിമിക്രി ചെയ്യാൻ, സ്റ്റേജിൽ പോവാൻ, ഇന്ററാക്ട് ചെയ്യാൻ. പക്ഷെ ആൾക്കാർക്ക് അത് തോന്നൂല കണ്ണനെ കുറിച്ച്. എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞിട്ടല്ലേ എല്ലാവർക്കും മിമിക്രി ചെയ്യുന്നൊക്കെ. അതുവരെ ആർക്കും അറിയില്ലായിരുന്നല്ലോ. പക്ഷെ അതിന് മുമ്പ് ഞാൻ ലോയലയിലാണ് പഠിച്ചത്, ചെന്നൈയില്. അപ്പോ ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സമയത്തൊക്കെ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ കൾച്ചറൽ സമയത്ത് വെറുതെ സ്റ്റേജിൽ തള്ളിവിടും. ആ സമയത്ത് ചുമ്മാ തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയായിരുന്നു മിമിക്രി എന്ന് പറയുന്നത്. അതായത് എനിക്ക് പ്രിപ്പറേഷൻ ഒന്നുമില്ല, പ്രയർ നോളജേ ഇല്ല. എനിക്ക് മിമിക്രി ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് എല്ലാരും ചെയ്യാൻ പറ്റും. എന്നാ പിന്നെ ശരി, വിജയ് പോലെ ചെയ്യാം. കണ്ട് സിനിമകൾ കണ്ടുള്ള പരിചയം വെച്ചിട്ടാണ് പതുക്കെ ആദ്യത്തെ ഷോ വൻ ഫ്ലോപ്പ് ആയിരുന്നു, ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. എല്ലാരും കൂടുതലും പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇതെങ്ങനെ ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ മുമ്പിൽ എങ്ങനെ ഷൈൻ ചെയ്യാം. ഇത് മിമിക്രി ഒക്കെ ഭയങ്കര ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന മിമിക്രി, മാജിക്, പാട്ട്, ഇതൊക്കെ ആൾക്കാരെ കോളേജിൽ പഠിക്കുന്ന അപ്പൊ നമ്മള് അങ്ങനെ പതുക്കെ സ്കിൽസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തു. പിന്നീട് സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോ ഞാൻ മിമിക്രി ചെയ്യും. ക്യാൻറ്റീനിൽ ചുറ്റും 40-50 പേരുണ്ടാവും. ആ സമയത്ത് കുറെ പേര് ചെയ്യുന്നു, ഒരുപാട്. വിജയ്, അജിത്, രജനി, കമൽ, സൂര്യ, വിക്രം, രഘുവരൻ, കുറെ ചെയ്യായിരുന്നു. സോ നൗ അങ്ങനെയാണ് ഈ മിമിക്രി, സ്റ്റേജ് അതൊക്കെ വന്നു. സിനിമ, അപ്ലോസ്, യു ലവ് ഓൾ ഓഫ് ഇറ്റ്. ഇതുവരെ കരിയറിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അപ്ലോസ് ഏതായിരിക്കാം? ഇതുവരെ ഇനിയും കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട് കണ്ണന്. ബട്ട് സോ ഫാർ ഫ്രം ദ ഫസ്റ്റ് ഷൂട്ട് ടു നൗ ഈസ് ഡെഫിനറ്റ്ലി ഞാൻ പാവക്കഥയിൽ ഫിലിം ചെയ്തു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സ് ചെയ്യുമ്പോൾ കട്ട് വിളിച്ചിട്ട് ഫുൾ ക്രൂ വാസ് ലൈക്ക് സൈലന്റ്. they didn't upload ഒന്നുമില്ല. അപ്പോൾ ഡെഡ് സൈലൻസ് ആയിരുന്നു ഫോർ മേ ബി ലൈക്ക് എ മിനിറ്റ് ഓർ ടു. ആരും ഒന്നും മിണ്ടിയില്ല. സോ ഐ വാസ് വെയിറ്റിംഗ് ഫോർ them to say if it's okay, like നല്ലതാണോ കൊള്ളില്ല. അപ്പൊ then I realized that
the moment. I think ഒരു actor എന്ന നിലയ്ക്ക് these are the moments that really reward you and want you to continue to be in this field. And you know, I can see the happiness. ഇപ്പോൾ ഒരു പുതിയൊരു ഫിലിം കംപ്ലീറ്റ് ചെയ്തതിന്റെ ഹാപ്പിനെസ് എനിക്ക് നന്നായി കാണാം. തമിഴ് ആൻഡ് മലയാളം അല്ലെ, ഇത് രണ്ടിലുമാണ് ഐ തിങ്ക് ചെറുപ്പത്തിൽ അഭിനയിച്ചു. യു വൺ യുവർ ബെസ്റ്റ് ആക്ടർ നാഷണൽ അവാർഡ് ഫോർ എന്റെ വീട് അപ്പൂന്റെയും എന്ന സിനിമയിലെ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്. ആ സമയത്താണോ സെൽഫി ഒക്കെ എടുത്തത്? അബ്ദുൽ കലാം എന്ത് ധൈര്യം, എന്താ ചെയ്തത്? ഓട്ടോഗ്രാഫ് അല്ല, അതൊക്കെ അവിടെ പ്രോട്ടോകോൾ പോലും അല്ലല്ലോ. ഇല്ല, അത് ആക്ച്വലി അതിനു മുമ്പ് എനിക്കറിയാവുന്ന ഒരു അങ്കിൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്കിള് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ്, സോ അതിനു മുമ്പ് കൂടെ അക്കമ്പനി ചെയ്ത ആൾക്കാരൊക്കെ പുറയിലിരിക്കണം. ബാക്കിയുള്ളവര് വേറെ സെക്ഷനാണ്. അപ്പൊ എനിക്ക് അവരായിട്ട് യാതൊരു ഇന്ററാക്ഷൻ ഇല്ല. ഞാൻ അവിടെ പോയിരുന്നു, എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി. പിന്നെ കൂടെ ഇരിക്കുന്നത് വിക്രം സാർ ആയിരുന്നു, പിതാമകൻ ബെസ്റ്റ് ആക്ടർ ആവാൻ. പിന്നെ മീര ചേച്ചി ഉണ്ട്, മീര ചേച്ചി ബെസ്റ്റ് ആക്ട്രസ്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ രണ്ടുപേരെ നടക്കിങ്ങനെ ഇരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ആങ്കിള് വന്നിട്ട് പറഞ്ഞു, മോനെ ഈ പേപ്പർ പാഡ് സൂട്ടിന്റെ പോക്കറ്റിനകത്ത് വെച്ചേക്ക്, എന്നിട്ട് നീ സ്റ്റേജിൽ കയറുമ്പോ അവിടെ സൈൻ മേടിച്ചു. അറിയുന്ന അങ്കിൾ പറഞ്ഞു. അപ്പൊ then I was like, yeah, of course, because you're a child. Yeah, I mean Abdul Kalam ആ സമയത്ത് of course I know Abdul Kalam, and he's come to my school before he was president also. Okay. അപ്പൊ എനിക്ക് അങ്ങനെ അറിയാം. And I really wanted to talk to him. അപ്പൊ അവിടെ പ്രോട്ടോകോൾ ഉണ്ട്, പോവുക, അവാർഡ് മേടിക്കുക, പിക്ചർ എടുക്കുക, പോവുക. അവിടെ എക്സ്ട്രാ സമയം പരിപാടികളൊന്നും ഇല്ല. ഞാൻ നേരെ പോയി അവാർഡ് മേടിച്ചു, അവാർഡ് സൈഡിൽ വെച്ചു, കോട്ടിന്റെ അകത്ത് കഴിഞ്ഞു. അവിടുത്തെ ആൾക്കാരൊക്കെ പേടിച്ചു പോയി. തോക്കോ ബോംബോ വല്ല പൊട്ടിക്കാൻ പേപ്പറൊക്കെ എടുത്തപ്പോ ഫുൾ എല്ലാരും ചിരിച്ചു. അത് കഴിഞ്ഞു അബ്ദുൽ കലാം സാർ എന്റെ കൂടെ ഒരു ഓൾമോസ്റ്റ് ഒരു 1-2 minutes സ്റ്റേജിൽ നിന്ന് എന്നെ അവിടെ നിർത്തി കുറെ നേരം സംസാരിച്ചു. യാസ്മി എന്താണ് ലൈഫിൽ ചെയ്യാൻ? എനിക്കാണെങ്കിൽ ടെൻഷൻ കാരണം ഞാൻ സയന്റിസ്റ്റ്. അബ്ദുൽ കലാം ഞാൻ പറയാം, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ എനിക്ക് സയന്റിസ്റ്റ് ആവണമെന്നാണ് ഇൻട്രസ്റ്റ്. And then he was very sweet. കുറെ നേരം I'll never forget that. You'll never. I don't think many people can talk about a story like this, because I don't think എല്ലാ ഈ കൊച്ചുങ്ങൾക്ക് മാത്രമുള്ള ഒരു ഇന്നസെൻസ് ഉണ്ടല്ലോ, അതിൽ നടന്നൊരു സംഭവമാണ്. പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൈയും കാലും മറക്കും. അപ്പൊ ആ ധൈര്യം എനിക്ക് ഏറ്റവും I feel lucky that I got my national award at that time from him. I was just thinking അതൊരു ഭാഗ്യമാണ് അല്ലെ. I think ഇന്ത്യ കണ്ടിരിക്കുന്നതിലും one of the most respected ഒരു absolutely amazing ആയിട്ടുള്ള അല്ല എന്തോ something about Dr. Abdul Kalam, and you're blessed. I think in many ways you're blessed. What do you think is your biggest blessing? My parents. Yeah. My family. Your family. It's my sister, appa amma sister. It's a beautiful family. Even for us, നിങ്ങളും ഞങ്ങൾക്ക് ഒരു കുടുംബമാണല്ലോ. ഓഡിയൻസിനും നിങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ that's very interesting. Like ഞാൻ എവിടെ പോയാലും they know more about us. ഞങ്ങളുടെ രീതിയാണ്. അത് ഞങ്ങൾ മലയാളി ആയതുകൊണ്ടാണ്. ഞങ്ങളിപ്പോ ഞാനിപ്പോ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിക്കും അവിടെ ഒരു കുറെ പേര് നിപ്പുണ്ടായിരുന്നു. അപ്പൊ അവര് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ചക്കിയൊക്കെ ഇപ്പൊ മാഞ്ചസ്റ്ററിൽ തന്നെ അല്ലേ, UK തന്നെ അല്ലേ, എപ്പോഴാണ് തിരിച്ചു വരുന്നത്? ഞാൻ ചക്കി പഠിപ്പിച്ചിട്ട് അതോ she just likes to follow, she doesn't want to do movies? No, she's not her thing in the media line. അത് നേരത്തെ തീരുമാനിച്ചതാണോ ചക്കി? Okay, now we're going to go to a segment. Okay, just a fun segment. Are you an overthinker? Definitely. മറ്റത് പറയാൻ പോലും ഓവർ തിങ്കർ. എന്തിനെ കുറിച്ചാണ് നീ ആലോചിക്കുന്നത്? എല്ലാത്തിനെ കുറിച്ച്. That's one of my biggest problems. പിന്നീട് ഞാൻ കുറച്ചൊക്കെ ഒരു മെച്യൂരിറ്റി വന്നപ്പോ എനിക്ക് മനസ്സിലായി ലൈഫ് ഇസ് ഷോർട്ട്, ജസ്റ്റ് ലിവ്. അതെപ്പോഴാ വന്ന ഈ സാധനം? ഈ അടുത്തായിരുന്നു, 2 hours ആയിട്ടുള്ള. Do you prefer to do drama or comedy as an actor? Prefer as an actor you do everything, or what do you enjoy to watch? To watch comedy. Okay, I made it easier for you. 100%. ലൈഫിൽ ഡ്രാമാറ്റിക് ആണോ കുറച്ചുകൂടെ കൊമീഡിയൻ ആണോ? ഫൺ ആണ്. ഓക്കെ, ഒരു അടി കഴിഞ്ഞാൽ who texts first, you or Tarini? Coffee, compliments or chaos? ഇതിൽ കൂടുതൽ ഇഷ്ടം ഏതാ? കോഫി. ഞാൻ ഭയങ്കര കോഫി ആയിട്ട്. ആണോ? Do you want some?
ഐ മീൻ Black? രാത്രി വേണ്ട, വേണ്ട, ഉറക്കം അല്ലെങ്കിൽ പറ്റില്ല. തന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇതും കൂടെ കുടിച്ചു. ഇഫ് യു ഹാഡ് എ വാർണിംഗ് ലേബിൾ എന്ന് പറഞ്ഞാൽ വാട്ട് ടിക്സ് യു ഓഫ്, പെട്ടെന്ന് അപ്സെറ്റ് ആക്കുന്ന എന്താണ്, അങ്ങനെ വല്ലതും ഒരു ഇതുണ്ടോ? Being unprofessional You hate it during work. and what makes somebody I mean ഒരു സീരിയസ്നെസ് ഇല്ലാതെ വർക്ക് Work അപ്രോച്ച് ചെയ്യുന്ന ഇഷ്ടമല്ല. കൂടുതൽ ഡ്രമാറ്റിക് ആരാണ്, ചക്കിയാണോ കണ്ണനാണോ? ഞാൻ ചിരിക്കുന്നത് രണ്ടുപേരും വലിയ- ആവശ്യത്തിന്. ആവശ്യത്തിന് ഡ്രാമ ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ കുറച്ച് മുന്നിട്ട് നിൽക്കും. ഇസ് ദർ എനി ട്രേറ്റ് ഓഫ് യോഴ്സ് ദാറ്റ് യു ഹാവ് ഗോട്ട് ഫ്രം യുവർ പേരൻസ്? അച്ഛനും അമ്മയിൽ നിന്നും എന്തെങ്കിലും ട്രേറ്റ് ലഭിച്ചിട്ടുണ്ടോ? അത് നമുക്ക് തന്നെ തോന്നും, ഷോ ഞാൻ ഇവരെ പോലെ ആയി മാറുന്നുണ്ടല്ലോ ദൈവമേ. Many. വൺ ഫ്രം അമ്മ, വൺ ഫ്രം അപ്പ. നോട്ട് ആക്ടിങ് ലൈക്ക്. നേരത്തെ പറഞ്ഞ ഓവർ തിങ്കിങ് ഇസ് ഫ്രം മൈ ഡാഡ്. ആണോ? 100%. ഓ, അപ്പം 10 മണിക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ ബാക്കിലേക്ക് പോകും. 5 മണിക്കൂർ, 9 മണിക്ക് പോണം, 8 മണിക്ക്, പിന്നെ 5 മണി വരെയുള്ള പ്ലാനിങ് നേരത്തെ തലേ ദിവസം നൈറ്റ് തന്നെ ഉണ്ട്. ചീസ്. ഓ, അപ്പൊ അതിന് താങ്ക് യു പറയാം. അപ്പൊ അമ്മയുടെ അടുത്ത് ബീങ് വെരി കാം. യുവർ കാം അല്ലേ? ഡ്യൂറിങ് എ വെരി Tough time. ടെൻസ് സിറ്റുവേഷൻ യു ക്യാൻ ഹാൻഡിൽ ഇറ്റ്. ഈ സിനിമയ്ക്ക് മുമ്പ് പോകുമ്പോഴോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വല്ല സൂപ്പർസ്റ്റിഷൻ ബിലീഫ്സ് ഉണ്ടോ? എനിക്കില്ല. വീട്ടിലുണ്ട്. നമുക്ക് അവിടെ ചോദിക്കാം. ഒരു ലോങ് ഡേ ഓഫ് ഷൂട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ ഷെഡ്യൂൾ ഇപ്പൊ പാക്കപ്പ് ആയല്ലോ, ഇനി ഒരു ബ്രേക്ക് എടുക്കാൻ പോകണം വിചാരിക്കുന്നു, ഒരു ചെറിയ break. എന്ത് ചെയ്യും? ഈ ബ്രേക്കിൽ ഞാൻ മാഞ്ചസ്റ്റർ ചക്കിയെ കാണാൻ മാഞ്ചസ്റ്റർ. ആണോ? ഇപ്പൊ യു പ്രോബ്ലി മിസ്സിംഗ്. I miss the food at home. What is your favorite? ദോശയും സാമ്പാറൊക്കെ കഴിച്ചിട്ട്. It's my favorite thing. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചുവരുമ്പോൾ ആദ്യം പറയണത് അമ്മ ദോശ. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ചിലപ്പോ അടിപൊളിയാവണമെന്നില്ല, പക്ഷെ അമ്മയുടെ കയ്യിലുണ്ട് ഒരു ദോശയും, ഒരു മുട്ട ദോശയും സാമ്പാറും, ഒരു ഫിൽറ്റർ കോഫി മാത്രം മതി. എനിക്ക് പോകണം തോന്നുന്നു. Yeah, that is something else. If there's an emoji, right? നിങ്ങളൊക്കെ യങ്സ്റ്റേഴ്സ് ആണല്ലോ. What defines you most out of നമ്മൾ യൂസ് ചെയ്യുന്ന emojis? മറ്റേ തലയിൽ മറ്റേ റിങ്ങുള്ള സാധനം, അതാണ് എക്സ്പെക്ടേഷൻ. പക്ഷേ റിയാലിറ്റി മറ്റേ ദൈവം മറ്റേ ഗുഡ് ആൻഡ് ഈവിൾ റിയാലിറ്റി. അതാ ശരി. That's a good advantage you have, no കണ്ണ? അല്ലേ? എല്ലാരും അയ്യോ ഭയങ്കര പാവാണോ? ഒരിക്കലും അല്ല. Is there an actor that you would love to work with? Like ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറെ വരുമല്ലോ, ഇനി കുറെ ഫ്യൂച്ചർ ചാൻസ് ഒക്കെ വരുന്നുണ്ട്. Is anybody? It could be anywhere in the world. Anywhere in the world. You go, have fun. വെറുതെ. Joaquin Phoenix. Really? Yeah. After which film? Huge fan. Joaquin. Nice. എങ്ങനെ ജോക്കർ ഒക്കെ എല്ലാരും പറയുന്ന Joaquin ഒക്കെ എത്ര വർഷമായിട്ട് അഭിനയിക്കുന്നത്? ഹെർ എന്ന് പറഞ്ഞ ഫിലിം ഇഷ്ടമാണ്, പിന്നെ ഗ്ലാഡിയേറ്റർ ഇഷ്ടമാണ്, എല്ലാ ഫിലിംസ്. What about ഇന്ത്യയിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോ തമിഴില്? anybody? You've worked with a lot of them. എനിക്ക് ധനുഷ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര But you did. I just worked. അപ്പയുടെ കൂടെ ഓൾറെഡി വർക്ക് ചെയ്തു. നമുക്ക് രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം. Let that happen. And what is like your like other than mimicry, abhinayam, what do you do to chill? I watch a lot of films. Okay, what genre movies do you prefer? Comedy എന്ന് പറഞ്ഞു, അതല്ലാതെ all genres. Okay. I mean, as a person who's from the industry, I make it a point to watch all the films. And എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ലാംഗ്വേജിലെ ഫിലിംസ് ആണ്. മലയാളം, സൗത്ത് ഇന്ത്യൻ ഫിലിംസ്. Okay. It can be മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, all four. What makes South Indian movies different from? എനിക്കറിയില്ല. I'm not trying to say bad things about like Bollywood and stuff. പക്ഷെ എന്നാലും എനിക്ക് I have always found a personal connect. നമ്മുടെ സിനിമകൾ കാണുമ്പോൾ അയ്യോ നമ്മുടെ വീട്ടിൽ നടന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ. സോ നമ്മൾ ആ സിനിമ കാണുക എന്നുള്ള ഫീലിംഗ് തന്നെ സംടൈംസ് കട്ടായി പോകും. നമ്മളും അതിലാണ്. മറ്റേത് നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ ഓക്കെ ഫിലിം കണ്ടോണ്ടിരിക്കുക എന്നുള്ള ഒരു ഹീറോ, ഒരു ഹീറോയിൻ, അങ്ങനത്തെ ഒരു സാധനം. Is there any ഇപ്പം നമുക്ക് ആഗ്രഹിക്കാമല്ലോ കുറെ കാര്യങ്ങൾ, നമുക്ക് വെറുതെ ആഗ്രഹിക്കാം. അങ്ങനെ പുറകോട്ട് നോക്കുമ്പം of all the films that you have seen, അതിലേതെങ്കിലും ഒന്ന് റീമേക്ക് ആവാണെന്ന് വിചാരിച്ചോളൂ. അതിൽ കണ്ണനെ വിളിക്കുകയാണ് അഭിനയിക്കാനായി, ഏത് സിനിമയായിരിക്കും? ഏത് ചൂസ് ചെയ്യും നമ്മള്? വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അത് കുറെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. നൈസ്. വാട്ട് ആർ യുവർ സെൽഫ് വാല്യൂറ്റ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റീസ് എന്താണെന്ന് തോന്നിയിട്ടുള്ളത് കണ്ണന്റെ? വെരി അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ. ഐ മീൻ ഓപ്പോസിറ്റ് ഉള്ള ഒരാളുടെ I can read emotions very fast. I can read the room very fast. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു വേർഡ് കൊണ്ടോ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. അത് I think that is a very good quality. Yeah. Tell me about your worst quality is overthinker. അത് നമ്മൾ പറഞ്ഞല്ലോ. Worst quality വേറെ വല്ലതും ഉണ്ടോ?
അല്ലെങ്കിൽ മാറ്റാൻ ആഗ്രഹമുള്ള ഒരു സാധനം? പെട്ടെന്ന് Mood swings വരും. ആണോ? When you what is there ഇപ്പം ഒരു സിനിമ ചെയ്യാൻ പോവാണെങ്കിൽ അതിനിപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോൾ ആണല്ലോ. ചിലപ്പം കാഷ്വലി പോയി ചെയ്യാം, ചിലപ്പോൾ കുറെ പ്രിപ്പയർ ചെയ്യണം. അതിൽ ഇതുവരെ ചെയ്തിരിക്കുന്ന ഏറ്റവും ടഫ് ആയിട്ടുള്ള പാവക്കഥ, because you were playing a very interesting something which is totally different from കാളിദാസ്. ബാക്കിയെല്ലാം ഞാൻ ചെയ്ത അധിക സിനിമകളും is mostly me in the character. ഇത് totally something completely different. പക്ഷെ അത് it was very well received അല്ലേ? Very very well received. And സിനിമ കഴിഞ്ഞ് ഒരു 1-2 months കഴിഞ്ഞിട്ട് ഞാനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ we went out for dinner. ഡിന്നർ കഴിച്ചിട്ട് റെസ്റ്റോറന്റിൽ നിന്ന് കാറിലേക്ക് നടന്നു വരുന്നത്, ഞാൻ ഫ്രണ്ടിൽ നടക്കായിരുന്നു. മൈ ഫ്രണ്ട് ഫ്രീക്ഡ് ഔട്ട്. அந்த மாதிரி சத்தார் மாதிரி நடக்கிறடா. എനിക്ക് അതുവരെ എനിക്കത് സ്ട്രൈക്ക് ആയില്ല. അപ്പോഴാണ് ഇറ്റ് വാസ് സ്റ്റിൽ ഇൻ മീ ഫോർ ലൈക്ക് 2 months. Some characters stick with you അല്ലേ? And what was the easiest one you did? A child ആയിട്ടല്ല, adult ആയിട്ട്? ഒന്നും ഈസിയസ്റ്റ് അല്ല, നല്ല പണിയെടുക്കണം, നല്ല പാടാണ്. പക്ഷെ റിലേറ്റബിൾ എന്ന് വെച്ചാൽ ആശകളായിരുന്നു ഇപ്പൊ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഐ ഷുഡ് ഡു മോർ ഫിലിംസ് ലൈക്ക് ദിസ്. കാരണം ഇറ്റ് കെയിം വെരി നാച്ചുറൽ ടു മീ. ആ ഫ്ലോ ഉണ്ടായിരുന്നു ഫ്രം ഡേ 1 തൊട്ട് ഇന്ന് പാക്കപ്പ് ആകുന്നവരെ. ഞാൻ ഭയങ്കര എഫേർട്ട്ലെസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ആൾക്കാർ കണ്ടിട്ട് സമയമാകുമ്പോൾ നമ്മൾ കാണും, നമ്മൾ പറയും. ഡു യു ഹാവ് അതർ ഡ്രീംസ് ഇൻ ദ ഫീൽഡ് ഓഫ് മൂവീസ്? സിനിമയിൽ വേറെ സ്വപ്നങ്ങളുണ്ടോ? ഉണ്ട്. End of the day, I mean, I want to make a film someday. I hope it happens. എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു സിനിമ, എന്റെ ആഗ്രഹത്തിന്റെ ഇഷ്ടമുള്ള. Okay, now I'm going to go into another segment. Okay, it's called this or that. You can choose. So imagine ആ സമയത്ത് ഈ ആഗ്രഹങ്ങളൊക്കെ നടന്ന ഒരു പൊസിഷനിൽ എത്തുമ്പോൾ you have choices. Acting or directing? At this point acting, of course. Let's me ഞാൻ ഈസി ആക്കി തന്നതാ. Thank you. അല്ലെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ അവിടെ സ്റ്റക്ക് ആയി പോയനെ. OTT or satellite? Satellite as in like theaters. Theater any day. Stage or film? Stage. You're probably very few actors will say that. Nice. Stage first then. Nice. But do you have plans on doing anything on stage? I've always had plans. പക്ഷേ ഈ സിനിമയുടെ ഭാഗമായിട്ട് വരുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അല്ലേ? നമുക്ക് nice, that makes sense. Fan moments or family time? Family time any day. Are you an old traditional thinker or like a modern new age? In between. I'm still trying to discover that. Okay. Okay. Solo trips or road trips with friends? എന്റെ ഫ്രണ്ട്സ് എന്നെ കൊല്ലട്ടെ. ഇപ്പൊ സോളോ ട്രിപ്പ് നടക്കില്ല. അപ്പൊ തരണി ഉണ്ടല്ലോ, വിൽ ടേക്ക് ഹർ ഓൾസോ. ഡു യു ലൈക്ക് എന്താ പറയാ, ഈ പഞ്ച് ഡയലോഗ്സ് പറയാനാണോ ഇഷ്ടം, എക്സ്പ്രഷൻ ഇട്ട് പൊളിക്കാനാണോ? പഞ്ച് ഡയലോഗ്സ് കാണാൻ ഇഷ്ടം, ചെയ്യാനാണെങ്കിൽ എക്സ്പ്രഷൻസ്. ഓക്കെ ഓക്കെ. സൂട്ട് ആൻഡ് ടൈ ഓർ കാഷ്വൽസ്? മുണ്ട് ഷർട്ട്. എപ്പോഴും really what airy? അതൊന്ന്. സെക്കൻഡ്ലി 5 മിനിറ്റിനുള്ളിൽ റെഡി ആവാൻ പറ്റും. അല്ലെങ്കിൽ സമയം എടുക്കും. മറ്റൊക്കെ സമയം എടുക്കുന്നല്ല, പെട്ടെന്ന് ഒരു മുണ്ട് ഷർട്ട് ഇട്ട് അതിന്റെ ഒരു ഇത്. Okay, I agree. It looks great. It looks fantastic. I mean, only I think the Malayalis were the mundu the best. എന്റെ ഒരു തമിഴിൽ വിടുമല്ലോ, തമിഴ്നാട്ടിൽ വിടും. വേറൊരു രീതിയാണ് തോന്നുന്നു. വേറെ രീതിയാണ്. ഇതേപോലെ തന്നെ. പക്ഷേ I grew up watching Appa. Comes naturally, and it suits you really well. Rehearsal ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതാണോ ഫസ്റ്റ് ടേക്ക്, ലൈക്ക് നേരെ പോയി സ്പോണ്ടേനിയസ് ആണോ? ഇതിനും ഒരു കോംപ്ലിക്കേറ്റഡ് ആൻസർ ഉണ്ട്. കാരണം ചില ഫിലിംസ് റിഹേഴ്സലിന്റെ ആവശ്യമുണ്ട്. കാരണം ഇപ്പൊ ഒരു പാവക്കഥകൾ പോലത്തെ ഒരു ചുമ്മാ ഞാൻ നാളെ സെറ്റിൽ പോയിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കൂല, തീർന്നു. പക്ഷെ ചില ഫിലിംസിന് റിഹേഴ്സൽ ചെയ്യുന്ന ഇസ് നോട്ട് റെക്കമെൻഡഡ്. കാരണം വന്ന ആ സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഒരു ഇമോഷനിൽ നിന്ന് കൂടുതൽ ഇഷ്ടമൊന്നുമില്ല. ഏത് രീതിയിലാണെങ്കിലും കൂടുതൽ ഇഷ്ടം കേൾക്കട്ടെ. കൂടുതൽ ഇഷ്ടം അതിനൊരു മാജിക് ഉണ്ട് അല്ലേ? If you're casually watching stuff, do you prefer watching Instagram reels or deep dive into YouTube? I don't prefer watching reels, but sadly that's what I do all day. What do you watch? Random stuff like എന്ത് പറഞ്ഞാലും പെട്ടെന്ന് എന്തെങ്കിലും വരും, പിന്നെ ഒരു ASMR വരും. അതിങ്ങനെ പോയി I want to stop, my brain is saying stop, but my fingers keep going. Yeah, we all go through this, man. So it's going to be on Instagram close ചെയ്തിട്ട് YouTube shorts ലേക്ക് പോകും.
പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരും, എന്തൊരു തലവരെ. പിന്നെ വാട്സാപ്പിലേക്ക് പോകും, പിന്നെ ഇൻസ്റ്റാഗ്രാം, പിന്നെ യൂട്യൂബ്. Fantastic. Such a wonderful life. അതെ. What about cinema? When you watch movies, എങ്ങനത്തെ type ആണ്? Old Malayalam movies or like new age cinema? Malayalam. Old. Okay, now friends ആണോ wife ആണോ കൊല്ലാൻ പോണേ നോക്കട്ടെ. Friend circle or chill with wife? I don't have much friends. Definitely chill with wife. Wow. Because കാരണം I only have one friend apart from my wife. Actually, എന്റെ കണ്ണാ. സത്യമായിട്ടും എനിക്ക് ആകെ ഒരു ഫ്രണ്ട്, അവൻ എന്റെ കൂടെ കോളേജിൽ പഠിച്ചത്. അപ്പൊ അവൻ മാത്രമേ ഉള്ളൂ. അവനാണെങ്കിൽ ഞങ്ങളുടെ കൂടെ എപ്പോഴും ചില്ല് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് chill ചെയ്യുന്നത്. It's too cute. What's his name? Akhilesh. Okay. Amma's advice or Acha's rules? What do I prefer? As in which is easier to like അമ്മയുടെ അഡ്വൈസുകളാണോ അച്ഛന്റെ അഡ്വൈസുകളാണോ? അഡ്വൈസ് അച്ഛനായിരിക്കും. ആണോ? അമ്മ ചില്ല. അമ്മ ചില്ല. Very chill. ഞാൻ ചെയ്യുന്ന എല്ലാ അടിപൊളിയെന്ന് പറയും. അതൊരു കുഴപ്പം കൂടെയാ. എന്ത് ചെയ്താലും സൂപ്പറാ, കണ്ണ സൂപ്പർ, അത്രേ ഉള്ളൂ. ഇത്ര എൻകറേജിങ് ആയിരുന്നു അമ്മ. ചെന്നൈ കൊച്ചി കേരള എന്താടാ? I know it's home. I grew up in your heart is in Chennai. Yeah. What is your favorite like food? Indian or biryani? Flat out. ഏതെങ്കിലും particular 3 times if you morning, breakfast, lunch, dinner you give me biryani I'll eat. Then how are you maintaining this? അതിപ്പോ സിനിമ ഉണ്ടല്ലോ, അപ്പൊ ബിരിയാണി കഴിക്കില്ല. എല്ലാവരും ബിരിയാണി കഴിച്ച സിനിമ ഉണ്ടാവില്ല. ഇവിടുത്തെ ബിരിയാണി ഇഷ്ടം. എനി കൈൻഡ്. തലശ്ശേരി ബിരിയാണി ഇഷ്ടമാണ്, ചിക്കൻ, മട്ടൻ, ഹൈദരാബാദി ബിരിയാണി ഇഷ്ടമാണ്. മട്ടൺ ബിരിയാണി is mutton. അങ്ങനെയാണോ? ബിരിയാണി is you don't say chicken ബിരിയാണി. ഓ, എനിക്ക് അതിന് വലിയ അറിവില്ലാത്തോണ്ട് ബിരിയാണിനെ കുറിച്ച്. അല്ല, എന്റെ പ്രിഫറൻസ് മട്ടൻ. വേറെ ഒന്നിനെ കുറിച്ച് ബിരിയാണി എന്ന് പറഞ്ഞാൽ മട്ടൺ. Okay, nice. Yeah, but biryani mutton is the best biryani. Even I have to agree. Although I'm trying to be vegetarian. ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്റെ കോൺഷ്യൻസ് എന്നെ ഇങ്ങനെ കുത്തും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വരും. പിന്നെ ഞാൻ വെജിറ്റേറിയൻ ആയാലോ? നീയോ ബിരിയാണി, മട്ടൻ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമുള്ള നീ നടക്കും മോനെ. Tell me what all you do to now for movies and all that commitment to maintain ചെയ്യാൻ എന്തൊക്കെയാണ് കണ്ണൻ ചെയ്യുന്ന ലൈഫില്? ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. What sort of activities do you love? I love weight training. എനിക്ക് weight training ഭയങ്കര ഇഷ്ടമാണ്. ജിമ്മിൽ പോയി അത്യാവശ്യം നല്ല weight training ചെയ്യും. Nice. പക്ഷെ മസിൽ വരുന്നില്ല, അതെന്താന്നറിയില്ല. വരുന്നില്ലേ? കാർഡിയോ കുറെ ചെയ്യുന്നുണ്ടോ? അത്യാവശ്യം കാർഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ മസിൽ വരാൻ പറ്റും. വാക്കിംഗ് ചെയ്യും, അല്ലാതെ ഹെവി കാർഡിയോ എന്താ വരാത്തെ? ഇത്രേ ഉള്ളൂ, ഇത്രേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഐ മേഡ് പീസ് വിത്ത് ഇറ്റ്. ഇത്രേ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ I've seriously been lifting only for the last 2-3 years. You have become thin compared, thinner alla, lost a lot of weight. അത് ഇപ്പോഴത്തെ ലുക്ക് അതായതുകൊണ്ടാണോ? I'm playing a very young guy in the film. Okay. ഒരു early 20s. Tell me about the future. What's happening cinema? So എനിക്ക് I've gotten like very interesting films in Malayalam. Okay, ഈ ഒരു പ്രോസസ്സിലാണോ? ഓ, സോ ഇപ്പൊ മലയാളം സിനിമയില് ഈ ഒരു എല്ലാവരും സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഷിഫ്റ്റ് ആണ്. നൗ ലോ കാസ്റ്റ് കം ആൻഡ് ഇറ്റ്സ് ക്രിയേറ്റഡ് എ വേവ്. കണ്ണൻ ഇതൊക്കെ കാണുമ്പോൾ ആസ് എൻ ആക്ടർ വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ് ഫ്രം ബീങ് പാർട്ട് ഓഫ് ഇറ്റ്? എക്സ്പെക്ടേഷൻസ് ഐ ആം വെരി ഹാപ്പി ദാറ്റ് ഞാൻ ഈ ഒരു ടൈമിലാണ് ഒരു ആക്ടറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഇതിൽ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ചുറ്റിനും നമുക്ക് ചുറ്റിനും കാണുന്ന സിനിമ, നമ്മുടെ ഇൻഡസ്ട്രി എത്രയും വലിയ ഹൈറ്റ്സിലെത്തി, ഇതൊക്കെ കാണുമ്പോൾ ഐ എം വെരി പ്രൗഡ്. ഐ എം ഹാപ്പി ദാറ്റ് ഐ എം പാർട്ട്, ഐ എം അറ്റ്ലീസ്റ്റ് എ സ്മോൾ പാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രി and hoping that I get to work with all of them. Yeah. Do you have any ആഗ്രഹങ്ങളുണ്ടോ? ഇപ്പൊ നമുക്ക് പറയാലോ ആഗ്രഹങ്ങളല്ലേ. I mean first of all അവരാണ്, they should think that I am suitable for the role. പക്ഷേ I want to work with most of the directors. Everybody is doing such great work. Everyone's doing well. Great work also. And what makes it even better is പണ്ടൊക്കെ സൗത്ത് ഇന്ത്യൻ സിനിമ, മലയാളി സിനിമയ്ക്ക് എപ്പോഴും നല്ല വാല്യൂ ഉണ്ടായിരുന്നു എന്ന് പറയും. പക്ഷെ ഇപ്പൊ മലയാളം സിനിമ എസ്പെഷ്യലി is making such a wave. പണ്ടാണെങ്കിലും I felt നമുക്ക് ഓരോ ഇൻഡസ്ട്രിന്ന് എടുത്താലും ഒരു 5 ഡയറക്ടേഴ്സ് 6 ഡയറക്ടേഴ്സ്. Everyone's doing well. And not just a director, not just the editor, like ഓരോ മേഖലയിലും we are shining. And that is something. And അത് എനിക്ക് തോന്നുന്നു വെറുതെ അല്ല, നല്ല പണിയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മലയാള സിനിമയിലും ഒരു കാലഘട്ടത്തിൽ പറയായിരുന്നു, ഓ മലയാള സിനിമയുടെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും. ഞാനത് കുറെ കേട്ടിട്ടുണ്ട്. mid 2000s. ഓ ഫ്യൂച്ചർ ഇനി ഡാർക്ക് ആണ്, എന്ത് നടക്കും. ബിക്കോസ് ഇത്രയും സ്റ്റോൾവേർഡ്സ് കുറെ പേര്, we lost a lot of legendary actors, but
the kids I feel have just they like എനിക്ക് goosebumps വരും ആലോചിക്കുമ്പം. The future is safe എന്നൊക്കെ പറയില്ലേ. ഞാൻ ഓരോ സിനിമ കാണുമ്പോൾ I learn a lot from actors who are younger than me. ഇപ്പോ ഞാൻ പടക്കളം എന്ന് പറഞ്ഞ ഫിലിം കണ്ടു. അതില് എല്ലാരും they were all like such good performances in the film. അങ്ങനത്തെ ഒക്കെ ഒരു സിനിമ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇപ്പം ഇന്റർനാഷണലി നമുക്ക് വെറുതെ നോക്കാം. ഇപ്പം what kind of roles would you like to do? ഡ്രീം റോൾസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇപ്പം സോ യങ് യു കൻ അസ്പയർ ഫോർ യുവർ ഫ്യൂച്ചർ. ഇപ്പം നമ്മൾ വേറെ ആക്ടേഴ്സ് ചെയ്തത് ആവണമെന്നില്ല, നമ്മുടെ ഇമാജിനേഷൻ ഉള്ളതും ആവാം. എനിക്ക് I saw this I mean I don't know if I should say this but it's a very dark kind of thing. On Netflix I saw this documentary called Jeffrey Dahmer. പിന്നെ of course I've seen it. I want to play someone. It's very dark. നീ ഇത്ര ഡാർക്ക് ആണോടെ? As an actor I want to explore that space. But do you think as an actor when you're exploring ഇങ്ങനത്തെ കാര്യങ്ങള്, ഇപ്പൊ നേരത്തെ മറ്റേ പാവക്കഥകളുടെ കാര്യം പറഞ്ഞില്ലേ, അറിയാതെ അത് some part of it has to be true, എന്നാലേ നമുക്ക് it will look believable. അങ്ങനത്തെ ഒരു intense dive എടുക്കുമ്പം are you not scared that somewhere that's you want to do it? Yeah, I want to do it. I want to see how far I can take it. Yeah, so you are really in it for the long haul. Of course. അത് ഇപ്പോഴാണോ മനസ്സിലായത്? അല്ല അങ്ങനെയല്ല, ഇത്രയും intense എന്നൊക്കെ പറയുമ്പോൾ like I have heard മറ്റേ like we've heard of people losing their lives to it. I know. What ഈ സിനിമ ചെയ്യാനുള്ള ഡിസിഷൻ എങ്ങനെയാ എടുക്കുന്നത്? കാണാ ആദ്യം നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ ആ സീൻ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഓവർ തിങ്കിങ് എനിക്കൊന്ന് അവിടുന്ന് തുടങ്ങിയാന്ന് തോന്നുന്നു. ഞാൻ ഈ ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ സിനിമയെ പറ്റി മാത്രം ആണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. That's why I did really bad in school. I never used to study well. Fail ആയിരുന്നോ? Yeah, I failed in most of my subjects. പക്ഷെ ഭാഗ്യത്തിന് ഓരോ ക്ലാസ്സിലും ഞാൻ തോറ്റിട്ടില്ല. എങ്ങനെയെങ്കിലും ലാസ്റ്റ് ആകുമ്പോൾ പാസ്സായി അടുത്തടുത്ത ക്ലാസ്സിലേക്ക് പോകും. പക്ഷെ സിനിമ മാത്രമാണ് സിനിമ. ആ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ചീത്ത വിളിച്ചു. I mean I think my dad and mom really regretted that they made me act in that film because അത് കഴിഞ്ഞ് ആഗ്രഹം മുളച്ചു ഭയങ്കരമായിട്ട്. കാരണം ആസ് എ കിഡ് നമ്മൾ കാണുന്നത് ഷൂട്ടിംഗ് സെറ്റ് ഒരു 50 ദിവസം, ചുറ്റിനും ഒരു 100-150 പേര്, എപ്പോഴും നമ്മൾ എന്തെങ്കിലും നല്ല സീൻ ചെയ്യുമ്പോൾ ക്ലാപ്പ് ചെയ്യുന്നതും അപ്ലോസ്. ഹൈ അല്ലേ? പാക്കപ്പ് കഴിഞ്ഞ് സ്കൂളിൽ പോയപ്പോ ടീച്ചർ തെറി വിളിക്കുന്നു. എനിക്കാണെങ്കിൽ ഫുൾ ഡാർക്കായി. അയ്യോ അവിടെ പിന്നെ അത് കഴിഞ്ഞു എങ്ങനെയോ I was waiting until I finished my studies. കോളേജ് ഇഷ്ടപ്പെട്ടോ? കോളേജ് രസമായിരുന്നു, കാരണം അതും എന്റെ ഒരു ഇഷ്ടപ്പെട്ട ഫീൽഡ് ആയിരുന്നു. സോ ഇതിലേക്കുള്ള ഒരു ആൻഡ് കൂടെ പഠിച്ച എല്ലാവർക്കും was like me. ഏതേറെ സിനിമ that was helpful അല്ലേ? shared similar. Okay, that worked out. In terms of movies, we spoke about all of that. In terms of your personal life, right? Are you a romantic? You are. So because you fell in love with Tarani, you dated for many years, അതായിട്ട് കല്യാണം കഴിഞ്ഞു. അപ്പം like I'm saying, ഞാനൊരു അൺമാരിഡ് ആയിട്ടുള്ള സ്ലൈറ്റ്ലി ഓൾഡർ വുമൺ എന്ന രീതിയിൽ I'm asking a 30-odd-year-old kid, is there a difference of being before marriage and after marriage? No, because we were living together even before our wedding. അതെ. അപ്പോ അച്ഛൻ അമ്മയൊക്കെ കൂൾ ആയിരുന്നു? beginning they were not cool. obviously yeah, പക്ഷേ കൂളാക്കി. Yeah, I mean like എനിക്ക് from the initial stages of my relationship with her, I mean I kind of knew that this is the one, she's the one, I'm going to live my life with her. അപ്പോ ഇതിനു മുമ്പ് ഞാൻ ആരെയും അങ്ങനെ ഇല്ല. I've never introduced someone to my house, to my parents, saying I'm dating this person. So Tarani was the first one you introduced formally. അതൊരു സ്റ്റെപ്പ് ആയിരുന്നു. But they also knew. They knew that I was not like joking around. And then you got married. So I think one of the very few people who says life has been the same before and after. It's been exactly the same. Yeah. Just that we had a big party called wedding. അത്രേ ഉള്ളൂ. എന്നിട്ട് കുറെ ഫ്രണ്ട്സിനെ കുറിച്ച് അടിച്ചു വിളിച്ചു എൻജോയ് ചെയ്തു. കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ടു ക്യൂട്ട്. അത് വേണമെങ്കിൽ എല്ലാ വർഷവും കല്യാണം കഴിക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാ വർഷവും ഫ്രീ ആയിട്ട് സെയിം തരണ്ടിനെ തന്നെ കെട്ടിയാൽ മതി. കുറെ ഫ്രീ ആയിട്ട് സാധനം അതിന് ഇത് ചെയ്താൽ മതി. മറ്റേ വെഡിങ് ആനിവേഴ്സറി പാർട്ടി എല്ലാ വർഷവും അവർ തരുമോ? എനിക്കറിയാം, ചോദിച്ചു നോക്കാം. ഈ ബർത്ത്ഡേ പാർട്ടിക്ക് കേട്ടില്ലേ? ഇത് കൊള്ളാലോ പരിപാടി. ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പൊ എത്ര വർഷമായി?
ഫസ്റ്റ് ആനിവേഴ്സറി ആവാൻ പോകുന്നു. ആവാൻ പോകുന്നില്ല, 1 വർഷം പോലും ട്രൈ ചെയ്തു ഈ വെഡിങ് ആനിവേഴ്സറിയിൽ. പ്ലീസ് സെൻഡ് ഗിഫ്റ്റ്സ്. എല്ലാ വർഷവും ഫസ്റ്റ് എന്ന് പറയാം. എല്ലാ ആനിവേഴ്സറിക്കും മേക്ക് ഇറ്റ് എ പാർട്ടി. ഓ അങ്ങനെ വെഡിങ് സ്കെയിൽ വേണ്ട, കുറച്ച് ഒരു just if you like the whole gift side of it. What do you guys do to chill, both of you together? നമ്മള് we don't like traveling ആണോ, movies? Traveling, we love traveling. Traveling ഇഷ്ട, we are big foodies. Okay. So ഈ രണ്ട് കാര്യങ്ങള് കമ്പൽസറി. ഇപ്പൊ നമ്മള് പോകുന്ന മാഞ്ചസ്റ്റർ പോവാണെങ്കിലും നമ്മൾ അങ്ങനെ അവിടെ എത്തിയിട്ട് പുറത്തൊക്കെ അങ്ങനെ കുറവായിരിക്കും. പോയി നല്ല റെസ്റ്റോറൻറ്റ്സ് പോവാ, ഭക്ഷണം കഴിക്കുക, പിന്നെ അത്യാവശ്യം ഒന്ന് കറങ്ങി കാണാ. വെരി ചിൽ. You won't have like plans from the morning till night. അങ്ങനൊന്നുമില്ല, എന്നെ പോലെയല്ല. ഞാൻ ഭയങ്കര മറ്റേ അയ്യോ you travel with me, you'll come back itinerary ഒന്നുമല്ല, but I like to do a lot of things. എനിക്കിങ്ങനെ I like to do a lot of things, but food is a big part of it. എനിക്കുള്ളൂ. ഇപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ എനിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഉച്ചവരെ എന്നെ പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു 11 മണി 12 മണി നേരെ ലഞ്ച് കഴിക്കാൻ പോകും. ബ്രഞ്ച്, അത് ബ്രഞ്ച് കഴിച്ച് പിന്നെ എങ്ങനെയാണോ പ്ലാൻ, whatever everyone wants to do, you're okay, easy like that. Yeah, no, നമ്മൾ ഒരുമിച്ച് പോകണ്ട. It won't work. I'll be like so pissed. Anyway, that works out. My dad is exactly like yeah, I like to do a lot of things. അതന്നെ same. നമുക്ക് ഈ സമയത്ത് അവിടെ എത്തണം, അവിടെ എത്തിയിട്ട് പിന്നെ ഇവിടെ പോകണം. കുറച്ച് I'll be like, എന്റെ കൂടെ ഒരു പ്രാവശ്യം couple of friends came traveling and I tortured them. They hate me. So finally that's why I travel alone. See, in the way traveling is one of the things that you do. What about Tarini made you fall in love with her? Yeah, I mean, of course I know her, but she has close interactions onnilla. She's a very gentle, beautiful soul. ഞാൻ ഫസ്റ്റ് ടൈം ആളെ മീറ്റ് ചെയ്തപ്പോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരാള് you don't judge someone by their looks. Oh, so you judged her? Yeah. Because she's a stunning looker. Yeah, because she looks really good. Yeah. She gave that you can't approach me sort of vibes. Yeah. അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയായിരിക്കും. And first of all, I never knew that she was Tamil. I never knew that she could speak Tamil. ചെന്നൈയിൽ തന്നെ ഒരു ഫ്രണ്ടിന്റെ ഒരു പാർട്ടി, ന്യൂ ഇയർ പാർട്ടി വെച്ച്. അപ്പൊ അവിടെ വെച്ച് ഞാൻ പിന്നീട് സംസാരിക്കുമ്പോഴാണ് ആള് ഭയങ്കര ലൈക്ക്, ഞാൻ ഈ നേരത്തെ പറയില്ല അഖിലേഷ്, ഞാനും അവനും സംസാരിക്കുന്ന സെയിം വൈബാണ് ഞാനും അവളും സംസാരിക്കുമ്പോ. അങ്ങനെ എനിക്ക് apart from him, like I've never like spoken to someone, never held a conversation that long. Yeah, ഞാൻ most of the conversation is very superficial about work. നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. ഓ ഇത് കൊള്ളാലോ, like I can talk to someone like this well. പിന്നീട് we never like formally said that I love you. പക്ഷെ ഒരു 3 വർഷം അങ്ങനെ പോയി. That's so cool. It's like sometimes these sort of things are written. അല്ല നമുക്ക് വലിയ കൺട്രോൾ ഒന്നും ഇല്ല ഇതില്. അത് ചിലവര് ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ, ഞങ്ങളെ പോലെ കുറച്ച് പേർ ഇവിടെ അരിയും പറിക്കി നടക്കുന്നു. You are. I can tell you are, because it doesn't happen to everybody. I mean, as somebody who has experienced the gamut of it all, it's a beautiful thing, and I'm sure I don't want to even be envious of you, because I want you to, you know, continue enjoying the perks of being in love. Thank you. But do you guys fight? A lot. She talks a lot. I don't talk at all. അപ്പൊ അതിന്റെ കുറെ എനിക്ക് പിന്നെ I told you എനിക്ക് കുറച്ച് me time ഇഷ്ടം. ആൾക്കാണെങ്കിൽ തനിയിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ചെറിയ അടികൾ അങ്ങനത്തെ പ്രശ്നങ്ങളേ ഉള്ളൂ. And then she loves shop. I think this is like a very universal thing. She loves to shop. I hate to shop. അപ്പൊ ഞാൻ കൂടെ പോണം, നടക്കണം, ബാഗ് പിടിക്കണം. ഹസ്ബൻഡ് ഡ്യൂട്ടീസ് ഹസ്ബൻഡ് ആവുന്നതിന് മുമ്പും I think a lot of people out there who are married in your age category probably relate to. Yeah, I'm sure. Is your friend Akhilesh married? Not yet. അവൻ കല്യാണം കഴിക്കുമ്പോ എന്താവുന്നതാണ് കറക്റ്റ് ആയിട്ട് ബൈബിളിൽ ഒരാൾ വരണ്ടേ? നടക്കുമെന്ന് ഡൗട്ട്. നിങ്ങൾ രണ്ടുപേരും നടത്താതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഖിലേഷ് വളരെ നല്ല പയ്യനാണ്, ഞാൻ ഗ്യാരണ്ടി തരില്ല. അത്രയും നല്ല പയ്യനാണെന്ന്, നല്ല ബെസ്റ്റ് പയ്യനാണ്. But he's such a true friend. Yeah. You've been friends from Kochi? College, Loyola.
ഓക്കെ. അച്ഛനും അമ്മയും കന്നഡ സിനിമ കാണില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ഫാമിലിയില് വീട്ടുകാർക്ക്? അവർക്ക് ഏറ്റവും പോർന്ന് പറഞ്ഞ ഫിലിമായിരുന്നു. അപ്പൊ I was very surprised actually. I'm not familiar also, so I don't know what to say. It's out on Netflix. Okay, I'll check it out. കാണാത്തവർ കാണും. അതെ, പറഞ്ഞു കൊടുക്കും. പോരല്ലേ? Not a lot of people. അതെ, ഞാൻ ഞാൻ വായിച്ചു, ബട്ട് സ്റ്റക്ക് ആയില്ല. It's directed by Bijoy Nambiar. Oh. അപ്പൊ ഞാനത് ചെയ്യുമ്പോ ലൈക്ക് ഇറ്റ് വാസ് ടോട്ടലി ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. ഞാൻ അങ്ങനെ റഫ് ആയിട്ടോ. Oh, it's a rough character? Yeah, it's a very different from something that I've done. Okay. അപ്പൊ അത് കണ്ടപ്പോ my mom was like, yeah, you should do something. It's totally out of your comfort zone. എപ്പോഴും ഈ ഒരു ഗുഡ് ബോയ് അങ്ങനത്തെ സാധനം ചെയ്യണ്ടേ. അങ്ങനെയാണോ കൂടുതൽ വരുന്നത്? I am very scared to try out the other stuff because അത് നമ്മൾ ക്രിഞ്ച് ആവാൻ പാടില്ല. അത് തെറ്റ്, അത് പാളിപ്പോയാ പാളിപ്പോ. അതാ, നമുക്ക് കുറച്ചെങ്കിലും ചേരുന്ന ഒരു പരിപാടി പിടിച്ചില്ലെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. Unless ഇവിടെ കുറെ നാള് നിന്ന് തഴമ്പിച്ച്. Definitely. Is there a I don't know whether it's been right to ask, but is there an actor or that you ipo Joaquin Phoenix nu paranju, but nammade industry la is there a body of work of any actor that you are in awe of? Avaru cheyidirikkunna movies and choices. Without a doubt, Laletan, Amuka, Fahad. These four actually. കാരണം അവരുടെ ഇപ്പൊ ഫഹദിന്റെ കാര്യം പറയുമ്പോ ഇപ്പോഴത്തെ ഇപ്പൊ ഞാനൊക്കെ വരുന്ന ജനറേഷനിൽ ഹീസ് വൺ among the finest actors in our country. അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഐ ഡോണ്ട് വാണ്ട് ടു ക്യാരക്ടേഴ്സ് അല്ല, അവരുടെ ഒരു ബോഡി ഓഫ് വർക്ക്, അങ്ങനത്തെ റോൾസും ലൈക്ക് ഒരു വൈഡ് വെറൈറ്റി ഓഫ് റോൾസ്. ആൻഡ് ഐ തിങ്ക് കാരണം ഐ തിങ്ക് ഇപ്പം യു again ഇപ്പം obviously come back എന്നൊക്കെ മലയാളത്തിൽ I think പൂമരം happened and then you did a few films and all of that. പക്ഷേ maybe this is ഈ ഒരു സിനിമ അച്ഛനും അല്ല, you feel it which means we feel it, and അതൊന്ന് ട്രാൻസ്പയർ ആയാലും maybe all of that should work out. I mean വേറെ ഒന്നും ഇല്ലെങ്കിലും I am very happy that as an actor ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഐ എം വെരി ഹാപ്പി. റിസൾട്ട് സം ഫിലിംസ് വർക്ക്, സം ഡോണ്ട് വർക്ക്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ എല്ലാവരും സൂപ്പർ സ്റ്റാർ ആണ്. അതെ അതെ, വെരി ട്രൂ, വെരി ട്രൂ. അപ്പം യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഫീഡ്ബാക്ക്, റൈറ്റ്? ഇന്നത്തെ ലോകത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആണല്ലോ. യെസ്. ഹൗ ആർ യു? ഏത് ഫസ്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ റിവ്യൂ വരും. അതെങ്ങനെയുണ്ട്? അപ്പം അതിന്റെ ഒരു ഹൗ ഡു യു ടേക്ക് ദാറ്റ് ആസ് ആൻ ആക്ടർ? സംടൈംസ് ഇറ്റ്സ് വെരി സാഡ്. യാ ബിക്കോസ് അറ്റ്ലീസ്റ്റ് ഒരു സിനിമ കഴിഞ്ഞിട്ട് റിവ്യൂ ഇട്ടാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബെറ്റർ, മൈ ഒപ്പീനിയൻ. കാരണം ഇപ്പോഴൊക്കെ ഞാൻ ചില ഫിലിംസിന്റെ റിവ്യൂ ഒക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ഫസ്റ്റ് 15 മിനിറ്റ്, ചിലതൊക്കെ പടം റിലീസ് ആവുന്നതിന് 1.5 മണിക്കൂർ 2 മണിക്കൂർ മുമ്പൊക്കെ റിവ്യൂ വരും. അതെങ്ങനെയാ വരുന്നതെന്ന് അറിയില്ല. അല്ലിപ്പൊളി പടം നല്ല സിനിമയായിരിക്കും, പക്ഷേ ആൻഡ് whether we like it or not, some people actually watch reviews and then go for to decide if they want to go for it. It's actually a fact. Nammal I totally accept the reality. Appo but the world has become like that, no papa? നമ്മൾ ഇപ്പം നമ്മളെല്ലാം ഈ 30 സെക്കൻഡ് 1 മിനിറ്റിൽ കാണുന്നതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്ന ഒരു ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഇസ് നോ മോർ അബൌട്ട് ക്രെഡിബിലിറ്റി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, ഇറ്റ് ഇസ് അബൌട്ട് ദ റീച്ച്. ആ റീച്ച് നെഗറ്റീവ് ആണെങ്കിൽ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് പോകും. അപ്പം ഈ ഒരു ഇൻ ദിസ് വേൾഡ് സോഷ്യൽ മീഡിയ ഹൗ ഡു യു ടേക്ക് ദ എന്താ പറയാ ഈ വരുന്ന ഫീഡ്ബാക്കും ഈ കോമന്റ്സും ഈ ഒരു ഗുഡ് ആൻഡ് ബാഡ് എല്ലാം ഉണ്ടല്ലോ, എങ്ങനെയാണ്? നല്ലത് വരികയാണെങ്കിൽ ഒരു 10 എണ്ണം മോശം വരും. ഐ മീൻ we can't go and tell them not to comment. This is their own their own right to say whatever. It's social media basically. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. So when you're on social media, I feel like you don't have to face whatever, like you don't have to take whatever they're saying, പക്ഷേ it's bound to happen. Other somebody like you, young, are you guys scared of those sort of things, and how do you face it? I am not scared. പക്ഷേ I've seen people who've been affected very badly by it, alle adu does that and the mentally the ഭയങ്കരമായിട്ട് ട്രോമ ആയിട്ട് മാറാറ്? Definitely. I mean to an extent ipo ചക്കിയുടെ കാര്യമാണെങ്കിലും of course like some random people putting up videos and comments, very hurtful alle. Yeah, I mean ഞാൻ as a brother what can I do?
ഞാൻ പോയ അവനെ ഇടിക്കാൻ എന്നെ മാക്സിമം യാ ഇപ്പൊ ഞാൻ ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? കാളിദാസനെ ഒരുത്തനെ ഇടിച്ചു, അതായിരിക്കും അടുത്ത പരിപാടി. അപ്പൊ അതും സോ അപ്പൊ ഞാൻ ഹെൽപ്ലെസ് ആണല്ലേ. what do I do? No, we can react. We can say that that's bullshit, you know. Like, but unfortunately, that is what we can't control in this world. If you could change one thing about the world right now, there are so many things going on wrong with the world, bro. പക്ഷേ, if from your perspective, what is the one thing if you could do a quick change? Quick change എന്ന് പറഞ്ഞാൽ I wish like no one hated like anyone. There was love. Only love. Only love. Yeah. It's the most beautiful. Even enemies like love they everyone. love each I mean, other. look at the stuff going on in the world. I know. It's terrible. Yeah, that's a great thing to say. Now we have one quick last segment. Name 3 of your favorite films. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, കൊച്ചു സന്തോഷങ്ങൾ, എന്റെ വിടപ്പുണ്ട്. Okay, done. Name 3 body parts. Eyes, ears, nose. Easy, no? Okay. Name 3 countries you want to visit. With Tarini. Australia, Thailand, USA. Full country, full USA, mega full. Okay. Name 3 of your favorite songs. Oh, you. Tough one, Okay. 3 actors that make you laugh. My dad, Mr. Bean, I mean Yeah, Rowan yeah. Atkinson, and Lalaton. Yeah. Okay. 3 things you love about Tarini. The way she speaks, how she makes food for me, and how she cares for me. Oh, too cute. 3 things you do on a day off. Eat, sleep, workout. Eat എല്ലാത്തിലും ഉണ്ട്. Makes food for me എല്ലാത്തിലും ഉണ്ട് കേട്ടോ. 3 of your favorite characters that you've seen in movies. Not done by yours, me, no? not yours. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, റോയ്, then അയ്യോ പോയി കുറെ ഉണ്ട് കേട്ടോ. 3 things, I don't know whether you can say it. 3 words you use a lot. ഞാൻ ഈ ഗെയിം വൻ പരാജയം. ഞാനിതിൽ ഒട്ടും കൊള്ളത്തില്ല. 3 food you love to eat. 3 food items. അത് ഞാൻ ഇപ്പൊ പറയാം. ബിരിയാണി, പിസ്സ, ബിരിയാണി, ദോശ. pizza. Okay, what 3 things you love to wear? ഒന്ന് മുണ്ട്, മുണ്ട്, ഫോർമൽ ക്ലോത്hes and baggy jeans. Can you name 3 dog breeds? Yeah, of course. Come on. German Shepherd, Great Dane and Golden Retriever. What do you have? വീട്ടിൽ ആരൊക്കെയാണല്ലേ? വീട്ടിലൊരു ഹസ്കി ഉണ്ട്. അവന്റെ പേര് പറഞ്ഞു. അവൻ അടിക്കും, വീട്ടിലെത്തുമ്പോ കടിക്കും. അവൻ വില്ലനാട്ടോ. ഹസ്കി. Never buy a husky. So mean. അയ്യോ. You shouldn't because they're not meant for our weather. Yeah. അവൻ ഏതുനേരം AC യിലാണ്. അവൻ ഞാൻ AC ഓഫ് ചെയ്താല് അവൻ എന്നെ നോക്കി കുരയ്ക്കും. ബെഡൊക്കെ അവന്റെ ബെഡ്, അത് എന്റെ ബെഡല്ല. അവന്റെ പേര് ഞാൻ ഏതോ ഗസ്റ്റ് വീട്ടിൽ ഇടക്കിടക്ക് വരുന്ന ഒരു ഗസ്റ്റ്. പേരെന്താ? വിസ്കിയും കൂടെ മറ്റാളാരാ? ഒരാൾ കൂടി ഇല്ലേ? അവൻ ബണ്ടി. Great Dane. It was a great day. They are like gentle souls. മണ്ടന്മാരാണെന്ന് തോന്നുന്നു എനിക്ക്. ഗ്രേറ്റ് ഡെയിൻസ് മണ്ടന്മാരാ, ഹസ്കീസ് നേരെ മറ്റേ രാജാക്കന്മാരാ. ഇവനാണെങ്കിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. മറ്റേവൻ നല്ല വലുതാ. ഇവൻ അവനെ ബുള്ളി ചെയ്യും. The most adorable dogs. You've had so many like pets along your life. From pet എന്ന് വിളിക്കാൻ പറ്റുമോ അറിയില്ല ആനേനെ. What's Anna's പേര്? Kannan. And then through your life, how has that affected you growing up as a അച്ഛനും അമ്മയും അവരുടെ ഇതിനോട്? I mean, I'm so thankful that I grew up around animals and pets and സബ്കോൺഷ്യസ്ലി അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ഐ മീൻ ഐ ആം ഷുവർ യു നോ. ഓഫ് കോഴ്സ് ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ച് കുറെ തെറി കേട്ട ആളാണ്. നീ കുറിച്ച് സംസാരിച്ച് എന്തുറച്ച് കേട്ടോ? ഇല്ല അത് ഐ ലവ് ഇറ്റ്. വി ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഐ മീൻ ഐ ഡോണ്ട് കെയർ. ഞാൻ ഇനിയും മരിക്കുന്ന ദിവസം വരെ ഐ വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ ഡോഗ് ബൈ മൈ. Yeah, they are just. What are some of the qualities you've learned from? ലോയൽറ്റി. കാരണം അൺകണ്ടീഷണൽ ലവ് ഒരിക്കലും ഒരു ഹ്യൂമനെ കൊണ്ട് അത് വേറൊരു ഹ്യൂമന് കൊടുക്കാൻ പറ്റില്ല. ഐ മീൻ യു കാൺട്ട് ലൈക്ക് ഇപ്പൊ നമ്മള് വർക്ക് കഴിഞ്ഞ് വരുമ്പോ നമ്മൾ ആ പെറ്റിനോടുള്ള ഇന്ററാക്ഷൻ അതൊരു പെറ്റ് ഓണറിന് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. Absolutely, I think that is something that പുറത്തുനിന്ന് കാണുന്നവർക്ക് അതെന്താ പട്ടിയല്ലേ ഉള്ളൂ, പട്ടി അവിടെ എവിടെയെങ്കിലും ഇട്ട അത്ര. ഐ മീൻ യു കാൺട്ട് ബ്ലെയിം ദം ഓൾസോ.
പക്ഷെ അത് മനസ്സിലായി. ഡു യു ഹാവ് എനി ബിഗ് ഡ്രീംസ്? ഇപ്പം ഈ അടുത്ത ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പം now ഇപ്പം ചെറുപ്പത്തിൽ when you were 9 like 10 you won a national award for child actor. അതിനുശേഷം now you're doing movies about 2000 ആയിരുന്നു, 2003 അതായിരുന്നു, ഇപ്പം 2025 ആയി. ഇനി ഫ്രണ്ട് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഒരു 10 to 15 ഇയേഴ്സിൽ എന്തൊക്കെയാണ് വെട്ടിപ്പിടിക്കാൻ ആഗ്രഹം? വെട്ടിപ്പിടിക്കാനല്ല, I want to make a film. You want to make that is a definite thing. Just 100%. Yeah. No compromises. No compromise. It will happen. It should happen. It better happen. അതിനു വേണ്ടി you are willing to work. Of course. Okay. I know that I'm not ready for it now. But I'll definitely be ready one day. In one and you said the kind of film that you want to make, alle? Yeah. So that, Adil, I don't have an idea now. But it has to be an extension of me, I feel. okay. And Adil, would you just casually asking? Definitely. I want to direct my dad someday. Yeah, I was just that's going like my end game. Yeah. Directing your father. Oh, that's a good end game. Yeah. Shall we end this game then also? Yes. We're sitting here in the green room. We just spoke about this amazing, agraham that you have of directing your father. അതാണ് ആശകളായിരം. അത് ആശകളായിരം. ഒരുപാട് ആശകളുണ്ട്, എല്ലാം നടന്നാൽ മതി. അതെ, അത് നടക്കുക. ചെറിയ എസ്പെഷ്യലി ഐ തിങ്ക് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങളെ പോലുള്ള ആൾക്കാർ, ഇപ്പൊ മലയാളം സിനിമ ഇസ് പ്രൂവിങ് ഇറ്റ്, തമിഴ് സിനിമ ഓൾസോ ഐ തിങ്ക് ഇസ് ഡൂയിങ് സം അമേസിംഗ് ഫിലിംസ്. പക്ഷെ മലയാളം ഇസ് റൈറ്റ് നൗ ദ സ്പേസ് ടു ബി എന്ന് എനിക്ക് തോന്നുന്നു. South India is doing so incredibly well. So Kannada is doing really well. Yeah, actually Telugu is doing, something about it, some magic. എന്താ നടക്കണെന്ന് അറിയില്ല. So കണ്ണൻ ഈ ഒരു എല്ലാ മേഖലയിലും, സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, why you fly free across the global stage, of being an actor and then a director. I'm doing a Telugu film also. ആണോ? Have you done a few? This is my debut as a lead. Oh, tell us about it. അത് നമ്മുടെ പ്രശാന്ത് വർമ്മ എന്ന് പറഞ്ഞ ഇപ്രാവശ്യത്തെ നാഷണൽ അവാർഡ് വിൻ ചെയ്ത ഹനുമാൻ എന്ന് പറഞ്ഞ ഫിലിം ചെയ്ത് പുള്ളിയുടെ യൂണിവേഴ്സിലെ അടുത്ത ഫിലിം. Nice, well done. So very very exciting things coming up for you, yeah, Kalyan. So we're very hopeful about ആശകൾ 1000 എന്ന സിനിമയ്ക്കും അതുപോലെ ഈ വരുന്ന തെലുഗു സിനിമയ്ക്കും ഇനി കണ്ണന്റെ സൈഡിൽ നിന്ന് വരുന്ന എല്ലാ പ്രോജക്ട്സും കാണാൻ വേണ്ടി ഞാനും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയി കാത്തിരിക്കാൻ. ആൻഡ് ഹിയർസ് വിഷിംഗ് യുവർ അമ്മ, യുവർ അപ്പ, തരണി ആൻഡ് എവറിബഡി ഓൾ ദ അഖിലേഷ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ മതിയോ? അഖിലേഷ് ഞാൻ മതിയോ? 43 വയസ്സ്, കുഴപ്പമില്ലാത്ത ജീവിതം. പറയാൻ പറ്റില്ല, അവ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെയൊക്കെയാണോ? കുഴപ്പമില്ല, ഒന്നും പറയാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം. അപ്പൊ ഇനി അവൻ കംപ്ലൈന്റ് ചെയ്യണ്ട, സെറ്റ് ആയില്ലേ? അവൻ ഇനി അന്മെന്ന് പറഞ്ഞിരിപ്പുണ്ടാവും. അവന്റെ ഒരു ഫോട്ടോ ഇനി ഇത് കണ്ട് കാണിക്കണം. Anyway, Mane, thank you so much for coming. I had such a good time talking to you. I loved the conversation we had today. And you being you, such a sweetheart. I mean, thank you for making me comfortable. And കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, അധികം സംസാരിക്കുന്നത്. കുറെ നാൾ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഇരുന്ന് സംസാരിക്കുന്നു. ആണോ? അയ്യോ, തരണീനൊക്കെ അവാർഡൊക്കെ കൊടുക്കണം അല്ലേ? ശരിയാ, അല്ലേ? സത്യമായിട്ടും അവാർഡ് തന്നിടുമായിരിക്കും തരണിക്ക് വേണ്ടി. യു ഗിവ് ഇറ്റ് ടു ഹർ. സോ നൗ how we end the show is, ഇത്രയും നേരം ഞാൻ ചോദിച്ചു ബുദ്ധിമുട്ടിച്ചോണ്ട് I give you the chance to ask me anything you want. One thing, ഒരു കാര്യം മതി പ്ലീസ്. അഖിലേഷ് ഓക്കെ പറഞ്ഞാൽ കിട്ടുമോ എന്നാണോ ചോദ്യം? ഞാൻ അങ്ങനെ ദല്ലാൽമാരൊന്നും ചോദിച്ചാൽ ഞാൻ യെസ് പറയാറില്ല, ഡയറക്ട്ലി വരാൻ പറയൂ എന്നാൽ മാത്രമേ ഉള്ളൂ. അഖിലേഷ് ഒരു സബ്ജക്ട് മാറ്റർ അവ ചൂടാവും കേട്ടോ. ആണോ? നിന്റെ അടുത്തല്ലോ കോമഡി அவங்க தமிழா? ரொம்ப ப்ராப்ளம். என்னோட தமிழ் ரொம்ப வீக். பாதி தெலுங்கு. தெலுங்கு ஈவன் பெட்டர். அது தெரியல. ഓ ബിഗ് പ്രോബ്ലം. നല്ല ദുട്ട് ഒന്നും ആവശ്യമില്ല. എനിക്ക് മലയാളം വേണം, എനിക്ക് മലയാളി. അപ്പൊ അത് നമുക്ക് സ്കിപ്പ്. സോറി അഖിലേഷ്, ഞാൻ ഇൻട്രസ്റ്റ് പോയാച്ച്. നിനക്ക് യോഗ്യൻ നടക്കില്ല. നല്ല ദുട്ടൊന്നൊക്കെ ഇഷ്ടപ്പെട്ടു. Anyway, Mane, thank you so much. Let me give you a hug. You were such a sweetheart and I wish you the very, very best.